വാവായേശുനാഥാ. കൂപ്പകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. നമ്മുടെ കണ്ണുകൾ ഭാഗ്യപ്പെട്ട കണ്ണുകളാണ്. കാരണം ശിമയോൻ പറഞ്ഞതുപോലെ, ഇതാ ലോകത്തിൻ്റെ രക്ഷ നമ്മുടെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇതാ ഇയാൾ താരയിൽ ദിവ്യകാരുണ്യമായി ലോകത്തിൻ്റെ രക്ഷകൻ എഴുന്നള്ളിരിക്കുന്ന നിമിഷമാണ്. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ മൗന നൊമ്പരങ്ങളെല്ലാം അറിയുന്നവനായ കർത്താവ് ഇയാൾ താരയിലുണ്ട്. ചില വിഷയങ്ങളൊക്കെ പലരോടും നമ്മൾ പങ്കുവയ്ക്കാൻ പരിശ്രമിച്ചിട്ടും അവർക്കാർക്കും മനസ്സിലാക്കാൻ പറ്റാതെ പോയതിൻ്റെ ഭാരം ഒരുപക്ഷെ നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടാകാം. സമൂഹത്തിൻ്റെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ പലപ്പോഴും തിരസ്കരിക്കപ്പെട്ടതിൻ്റെയും മാറ്റി നിർത്തപ്പെട്ടതിൻ്റെയൊക്കെ നൊമ്പരം നമ്മുടെ ഉള്ളിലുണ്ടാകാം. ഇതാ എല്ലാം അറിയുന്നവൻ ഇയാൾ ധാരയിലുണ്ട്. എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ സുജീവൻ ബലിയായി നൽകി പിടഞ്ഞു മരിച്ച കർത്താവ് ഇയാൾ ധാരയിലുണ്ട്. ഇതാ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ്, എന്നെ മാനിക്കുന്ന എൻ്റെ ദൈവം ഇയാൾ ധാരയിലുണ്ട്. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ വേദനകളിലേക്ക് നീ ഇറങ്ങി വരണമേ എന്ന് പറ. ഈശോ, എൻ്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പറ. എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ കുടുംബാംഗങ്ങളിലേക്ക്, ഞങ്ങളിന്ന് അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെതായ സകല ദുഃഖ ദുരിതങ്ങളിലേക്കും കർത്താവേ ഇറങ്ങി വരണമേ എന്ന് പറ. കർത്താവിൻ്റെ സ്നേഹത്തിനും സാന്നിധ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ ഒരു നിമിഷം ഹൃദയം കൊണ്ട് നമുക്ക് നന്ദി പറയാം. നാളിതുവരെ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവം ചെയ്ത നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുമ്പോഴാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വർഷിക്കപ്പെടുക. ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം മേഖലകളിൽ ദൈവം നമ്മളെ നടത്തി. നമ്മൾ പ്രതീക്ഷിച്ചതിനും സ്വപ്നം കണ്ടതിനും അപ്പുറം ദൈവം നമ്മളെ നടത്തിയില്ലേ? ഒത്തിരിയേറെ പ്രതികൂല സാഹചര്യങ്ങളിൽ, ഞെരുക്കപ്പെട്ട അനുഭവങ്ങളിൽ കർത്താവ് നമ്മെ കൈപിടിച്ച് മുന്നോട്ട് പോയില്ലേ? സങ്കീർത്തകൻ പറയുന്നില്ലേ, അതത്രയോ സത്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ദൈവമേ, അങ്ങയുടെ വചനം എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ മൂഖതയുടെ ദേശത്തെത്തുമായിരുന്നു. ഈ കർത്താവിൻ്റെ വചനമല്ലേ നമുക്ക് ഫലമായി മാറിയത്? കർത്താവിൻ്റെ സ്വരമല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ചില സങ്കടങ്ങളിൽ ശക്തിയായിട്ട് നമുക്ക് മാറിയത്? ദൈവത്തിൻ്റെ സ്നേഹമല്ലേ മറ്റാരുടെയൊക്കെയോ സ്നേഹം നിഷേധിക്കപ്പെട്ട അനുഭവങ്ങളിൽ സ്നേഹിക്കപ്പെടുമെന്ന് വിചാരിച്ച ഇടങ്ങളിൽ നിന്നൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടായപ്പോഴും ഈ കർത്താവിൻ്റെ സ്നേഹമല്ലേ നമ്മൾ മുന്നോട്ട് കൈപിടിച്ച് നടത്തിയത്? നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സ്നേഹത്തിനും നിൻ്റെ കരുതലിനും നിൻ്റെ കരുണയ്ക്കും ഒക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അയോഗ്യരാണ്, ഞങ്ങൾക്ക് കുറവുകളുണ്ട്, ഞങ്ങൾക്ക് ബലഹീനതകളുണ്ട്, ഞങ്ങൾക്ക് സങ്കടങ്ങളുണ്ട്, ഞങ്ങൾക്ക് സഹനങ്ങളെല്ലാം ഉണ്ട് ഈശോയെ. എന്നിരുന്നാലും നിൻ്റെ കാരുണ്യത്തെ ഓർത്തും നിൻ്റെ സ്നേഹത്തെ ഓർത്തും ഞങ്ങളുടെ കുറവുകളോടും ബലഹീനതകളോടും ചേർത്ത് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിൻ്റെ സ്നേഹത്തിന് കർത്താവേദ ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ കർത്താവേ, നീ ഞങ്ങളോട് പറഞ്ഞില്ലേ, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠാകുലരാകണ്ടെന്ന്, ഒന്നിനെക്കുറിച്ചും ആകുലരാകരുതെന്ന്. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം മനോഹരമായി അലങ്കരിക്കുന്നെങ്കിൽ കർത്താവ് പറഞ്ഞില്ല, അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികമായി അലങ്കരിക്കുകയില്ല. ഒരു നിമിഷം കൊണ്ട് നശിച്ചു പോകുന്നതിനെ അത്ര കണ്ട് ദൈവം പരിപാലിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം മകനും മകളുമായി ആ സ്നേഹത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മെ എത്രയോ അധികമായി ദൈവം മാനിക്കുമെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്.
ഒത്തിരിയേറെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും വേദനകളിലും അസ്വസ്ഥതകളുടെയും നടുവിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കും, അങ്ങനെ ജീവിതത്തിൻ്റെ പല ദുർഘടമായ അവസ്ഥകളുടെ നടുവിൽ നിന്നെ വിളിച്ച് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. ഈശോയെ, എല്ലാവരുടെയും പ്രാർത്ഥനകളെ ചേർത്ത് വയ്ക്കുന്നു. ഇപ്പോൾ ഈ അൽത്താരയ്ക്ക് മുമ്പിൽ ഒരുമിച്ച് കൂടി നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ സ്വർഗം തുറന്ന് നിന്റെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് കരുണയുടെ മണിക്കൂറാണല്ലോ, ഇത് കൃപയൊഴുകുന്ന നിമിഷമാണല്ലോ. ഈ അൽത്താരയിൽ നിന്നും ഇതാ കൃപയുടെ നീർച്ചാലുകൾ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ദൈവസ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ ഒഴുകിയിറങ്ങട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയുടെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ നീർച്ചാലുകൾ നമ്മളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്കും ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളായിട്ട് ഈ നിമിഷങ്ങൾ മാറട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇരുകരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടേതായ പ്രാർത്ഥനകളെ, നമ്മുടേതായ വേദനകളെ, നമ്മുടേതായ നിയോഗങ്ങളെ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം ദൈവസന്നിധിയിലേക്ക് എടുത്തുയർത്തി ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈ മക്കളെ ഓർത്ത് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, ഇന്നേ ദിവസം ഈ ആലയത്തിൽ വന്ന് നിന്റെ പ്രാർത്ഥന യാചിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ. ലോകമെമ്പാടും ഇരുന്ന് ഹൃദയം നുറങ്ങി നിന്നെ വിളിക്കുന്ന മക്കളെ കർത്താവ്, അവരുടെ ജീവിതാനുഭവങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമേ. അവരുടെ തീരാ ദുഃഖങ്ങളെ നീ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണ് തുറന്ന് കർത്താവിനെ കണ്ട് ഹൃദയം കൊണ്ട് കർത്താവേ, നിന്റെ കരുണ എൻ്റെ മേൽ. യേശുവേ കരുണാമയനേ, കുപ്പകരങ്ങളോടെ കർത്താവിൻ്റെ കാരുണ്യത്തിനും സ്നേഹത്തിനും നന്ദി പറയാം. നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവൻ്റെ മേൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിമിഷങ്ങളാണത്. കർത്താവിൻ്റെ കാരുണ്യം ലോകം മുഴുവൻ്റെ മേലും വെളിപ്പെട്ട കരുണയാണ്. കർത്താവെ, ഇപ്പോൾ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും സമർപ്പിക്കുന്നു. ഇവിടെ ഓരോരുത്തരുടെയും പ്രത്യേക പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, ജീവിത സാഹചര്യങ്ങളെ, ഈ മക്കൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ എല്ലാം ഈശോയെ നിന്റെ സ്നേഹത്തിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു. പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരം ഉപയോഗിച്ച് ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്തും വിദൂരത്തൊക്കെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാൻ പാടില്ലാത്ത മക്കൾ, എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന മക്കൾ, കർത്താവെ, പോകേണ്ട വഴി നീ പറഞ്ഞു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഓരോ മകനെയും മകളെ നീ സ്പർശിക്കണമേ. പൗരോഹിത്യത്തിൽ കർത്താവെ, അങ്ങ് എനിക്ക് തന്ന അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കളെ, ഇവിടെ കുടുംബങ്ങളെ, ഇവിടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ തിന്മയുടെ സ്വാധീനങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും അന്ധകാര പൈശാചിക ശക്തികൾ കർത്താവ് ഈ മക്കളുടെ മേലോ ഇവിടെ കുടുംബങ്ങളുടെ മേലോ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ നാഥൻ്റെ ശക്തിയാൽ ആ മേഖലകളിലെല്ലാം അത്ഭുതകരമായ വിടുതലും സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഇപ്പോൾ ഈ മക്കളുടെ ഓരോരുത്തരുടെ മേൽ നീ നീട്ടണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്തിൻ്റെ കരം വയ്ക്കണമേ. സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ. അഭിഷേകം ചെയ്യുന്ന കരം നീട്ടണമേ. സംരക്ഷിക്കുന്ന കരം നീട്ടണമേ. വീണ്ടെടുക്കുന്ന കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരത്തിൻ്റെ കീഴിൽ എന്നും എളിമയോടെ നിൽക്കാൻ, നിന്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ എന്നും താഴ്മയോടെ നിൽക്കാൻ കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. തക്ക സമയത്ത് നീ ഞങ്ങൾ ഉയർത്തുമെന്നാണല്ലോ വചനത്തിൽ പറഞ്ഞത്. അത് വിശ്വസിച്ചേറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന, യേശുവേ ആരാധന, ഈശോയെ നന്ദി. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളിൽ ചേർത്ത് വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.